സൈക്യാട്രിസ്റ്റ് ജാനു മാഡം അല്ലേ? മാഡം, ഞാൻ രഘുവിന്റെ വൈഫ്. ഞാൻ ഒരു ദിവസം മാഡത്തിനെ കാണാനായിട്ട് വന്നിരുന്നു. മാഡം, ഞാൻ ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, പേഷ്യന്റ് ഇപ്പൊ പഴയതിനേലും അപ്പുറമായി മാഡം. ഇപ്പൊ 24 മണിക്കൂറും ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. വീട്ടിൽ വരുമോ? അയ്യോ, എപ്പോ വന്നാലും കാണാൻ പറ്റും. 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ട്. ശരി മാഡം, സന്തോഷം. എന്റെ ഇക്കിളിക്കൂട്ട ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും കളിക്കുടുക്ക മാനവേദിയുടെ ഓരോ ഗ്രൂപ്പിലും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ ഒരു നാണമില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറ, മാസം നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു കിറ്റ് അയച്ചു തരാൻ പറ. നിങ്ങൾ പ്രായത്തിലുണ്ടല്ലോ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചറിയാമോ? അപ്പൊ അയാൾ കല്യാണം കഴിച്ചു കാണത്തില്ല. അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഈ അമേരിക്ക കണ്ടുപിടിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറയുന്ന ഭാര്യ വിളിച്ചിട്ട് എവിടെ പോകുന്നു, എപ്പോ വരും, ഇങ്ങനെയൊക്കെ ചോദിച്ച പ്രാന്തെടുത്ത് അയാൾ അമേരിക്ക കണ്ടുപിടിക്കത്തില്ല, ഒരു വാണിജ്യ കണ്ടുപിടിക്കത്തില്ല. ദേഷ്യപ്പെട്ട അയാൾ വീട്ടിൽ കുത്തി കയറ്റുകയാണ്. ശരി, നിങ്ങൾ ഒന്നും കണ്ടുപിടിക്കണം, നിങ്ങൾ ഇവിടെ തന്നെ കുത്തിയിരുന്നു. നിങ്ങൾക്ക് തലവേദന ഉണ്ടോ? ഇപ്പൊ എനിക്ക് തലവേദനയൊന്നുമില്ല. നെഞ്ചുവേദന ഉണ്ടോ? എനിക്ക് നെഞ്ചുവേദന ഇല്ല. വയറുവേദന ഉണ്ടോ? വയറുവേദന ഇല്ല. ഇതെന്തിനാണ്? അടുക്കളയുടെ പുറകുവശം പോയി തൂത്ത് വൃത്തിയാക്കി വെച്ചിരുമോ? അടുക്കളയുടെ പുറകുവശം പോയി തൂത്ത് വൃത്തിയാക്കാൻ എടുക്കുന്നു. മിന്നലല്ലേ, ഇപ്പൊ ഇടിയും നിങ്ങളുടെ ഓരോ അടവ് നടക്കൂല. നിങ്ങൾക്ക് ഒരു കുരുവില്ലെന്ന് കൺഫേം ചെയ്തിട്ടാണ് ഈ ചൂട് നിങ്ങൾ എഴുതുന്നത്. തൂക്ക് മനുഷ്യ മനുഷ്യ ഒന്നുകൂടെ വിളിച്ചേ. നിങ്ങൾക്ക് എന്തു മനുഷ്യ ഒന്നുകൂടെ വിളിച്ചു. ഈ മനുഷ്യനെ തോന്നില്ലേ? നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ വിളിക്കുമ്പോഴാണ് ഞാൻ മനുഷ്യനാണെന്നുള്ള കാര്യം ഓർത്തു വന്നത്. അല്ലെങ്കിൽ എനിക്കിവിടെ പട്ടിയുടെ കാര്യമുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഒരു കാലം എത്തിയാൽ എങ്ങനെയാണ് ഗുണം പിടിക്കുന്നത്? എത്തുമ്പോൾ 2 കാലം എത്തണം, അല്ലെങ്കിൽ മെനങ്ങാനാണ്. ഒന്നും പറയണം, അതാണ് ഒരു വീടിന്റെ വാതിലും ചവിട്ടി തുറന്നു. വീട്ടുകാരൻ അന്നാക്കി തരുന്നതാണ് ഇവിടെ ആരും ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറ്റി ഇപ്പോ ഞാൻ ഈ സൂര്യ കയ്യടി മലയിൽ വരികയാണ്. സൂര്യ കയ്യടി മല, സൂര്യ കാലടി മലയുന്നല്ലേ? ഇത്ര നാൾ കാലിട്ട് അടിച്ചു, കൈയിട്ട് അടിച്ചു. വന്ന ഉദ്ദേശം ഞങ്ങളുടെ ജ്യോതിശാലയത്തിൽ നിങ്ങൾ വന്നിട്ട് ജാതകം നോക്കിയായിരുന്നു. അത് റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. കഷ്ടകാലമാണ്. റിസൾട്ട് മനസ്സിലാക്കിയത് ഞാൻ ജനിച്ചു വീണപ്പോഴേക്ക് റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ജനിച്ചു വീണപ്പോൾ ഒരു സിസ്റ്റർ എന്നെ എടുത്തിട്ട് സിസ്റ്ററിന്റെ കയ്യിൽ തെരും ഞാൻ തലയും കുത്തി താഴെ വീണു. അപ്പൊ വേറൊരു സിസ്റ്റർ എന്നെ വാരി എടുത്തിട്ട് പറയാം, ഈ ചെറുക്കൻ ഒരു കഷ്ടകാലം വിളിച്ചതാണ്. ഞാൻ ഈ റിസൾട്ടൊക്കെ നേരത്തെ അറിഞ്ഞതാണ്. അപ്പൊ ഈ കഷ്ടകാലം മാറാൻ വേണ്ടി ഞങ്ങൾ ജ്യോതിശാലയിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. എന്ത് പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെ കഷ്ടകാലങ്ങൾ മാറാൻ വേണ്ടി ഞങ്ങളുടെ ജ്യോതിശാലയിൽ പ്രത്യേകമായി ഇറക്കിയിരിക്കുന്ന വലംപിരി ശങ്ക്. ഇതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇതിനൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഇപ്പൊ ഓണം ബമ്പർ അടിച്ചില്ലേ, അയാൾക്ക് ഞാനായി ശങ്ക് വിറ്റത്. ഞാനായി ശങ്ക് വിറ്റത് ഓണം ബമ്പർ അടിച്ച സത്യം. പിന്നെ ചേട്ടൻ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. നീ പറയുന്ന പോലെ സത്യമുണ്ടോ എനിക്ക് എന്നെ മനസ്സിലാക്കി. അത്ര ദൂരം ഒന്നും പോണ്ട. നേരിയ ആളുണ്ടല്ലോ. അതെ, അവിടെ താങ്കളെ പോലെ തന്നെ പണിക്ക് പോകാത്ത ഒരാളുണ്ടല്ലോ. അതെ, അയാളുടെ ഇന്നലെ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കും ഈ ശങ്ക് വിറ്റത് ഞാനാണ്. ശങ്ക് ഞാനാണ് വിറ്റത്. ഈ ശങ്കിന്റെ ഐശ്വര്യം കൊണ്ടാണ് അവിടെ വീട് പോകുന്നത്. അത് ശരിയാണോ? സത്യമാണ് സാർ. എന്നാ ഇത് എനിക്ക് പിന്നെ ഈ ശങ്കിന്റെ
വേണ്ട 2000 രൂപയാണ്. ചേട്ടനായതുകൊണ്ട് 1000 രൂപയ്ക്ക് തരാം. ഓക്കെ, സന്തോഷം. 2000 രൂപയുടെ ചങ്ക് എനിക്കായതുകൊണ്ട് നീ 1000 രൂപയ്ക്ക് തന്നു, ഞാനത് മേടിച്ചു. നീ ആയതുകൊണ്ട് ഞാൻ 500 രൂപയിൽ തരും. 500 രൂപ 1000 രൂപ വേണം. ഇല്ല, നീ ആയതുകൊണ്ട് ഞാൻ 500 രൂപ തരത്തുള്ളൂ. 500 വേണ്ട. 500 പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ശങ്കിന്റെ ഐശ്വര്യം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ശങ്ക് നമ്മുടെ കയ്യിലുള്ള കാര്യം ആരോട് പറയരുത്. ആരും പറയുന്നു. അയ്യോ, എന്റെ ഭാര്യയോട് പറയണം. ഒട്ടും പറയുന്നു. ശരിയോ, ഭാര്യയോട് പറയുന്നു. അവൻ തന്നെ 10 തലമുറ ഇപ്പൊ തന്നെ അറിയില്ല. ഒരു 3 ദിവസത്തേക്ക് ഭാര്യയുമായി സമ്പർക്കം ചെയ്യാൻ പാടില്ല. ഓരടിച്ചു പോകുന്നു. 3 ദിവസത്തെ കാര്യമില്ല. പിന്നെ വേറെ കാര്യം, ഈ ശങ്ക് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നല്ലത് ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു 500 രൂപ 500 തന്നാൽ ഒരു പുണ്യകർമ്മമാണ്. സത്യം പറയട്ടെ, എന്റെ ഇപ്പൊ 500 ഇല്ല. നീ ഒന്ന് ഇറങ്ങിയിട്ട് പോവാ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വരാമെങ്കിൽ ഞാൻ ഈ പൈസ റെഡിയാണ്. അതാ സമയത്ത് കണ്ടുപിടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് പൈസ റെഡിയാണ്. അപ്പൊ ഈ പറഞ്ഞ സംഭവം കറക്റ്റാണ്. കറക്റ്റ് അല്ലെങ്കിൽ ഈ ശങ്ക് തെറ്റാണ്. ഓക്കെ ഓക്കെ. അതെ, ഈ പറഞ്ഞില്ലേ പാടില്ല. ഇല്ല, ശരിയായിക്കോട്ടെ. അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ എന്റെ കടവെല്ലാം നീ നീക്കി എനിക്ക് സമൃദ്ധി തരണേ. എന്റെ വലമ്പേടി കണ്ടേ തമിഴ് കാണാൻ സമ്മാനം വാഷിംഗ് മെഷീൻ അടിച്ച അണ്ണന് വാഷിംഗ് മെഷീൻ അടിച്ച അണ്ണന് ഇപ്പൊ ഓണം പറയുന്നില്ല. അയാൾക്ക് ഞാനായി ശങ്ക് വിട്ടത്. നീ സത്യമാണ് പറയുന്നത്. സത്യം പറഞ്ഞു, ഞാൻ കടമൊന്നും പറയാനാണ്. വാഷിംഗ് മെഷീൻ എടുത്തത് വാഷിംഗ് മെഷീൻ അടിച്ച അണ്ണ രഘുവന്നു ഞാൻ ഈശ്വരോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അനുസരിച്ച് എനിക്ക് 1 സമ്മാനം ആക്കിയിട്ടില്ല. എന്നാ ഒരു സർപ്രൈസ് ഉണ്ട്. 1ാം സമ്മാനം ബൈക്കും അണ്ണനായിട്ട്. 1ാം സമ്മാനം ബൈക്കും എടുത്തത് അണ്ണന്. അണ്ണ ഇനി ചിലപ്പോ വീഴും. എനിക്ക് കുഴപ്പം പറയാ ഹലോ ഹലോ അതിനെക്കൊണ്ടെന്ന് അറിയാം. എന്റെ ലോൺ പാസ്സായോ? എനിക്ക് വയ്യ എന്റെ പന്തിരി എന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറാ പോവാണ്. ഹലോ അച്ഛാ, അയ്യ എത്ര രൂപയാണ് ശ്രീധരത്തിന് വാങ്ങിച്ചു കൊടുക്കാനുള്ളത്? 4 ലക്ഷോ? 12 ലക്ഷം കൊടുക്കാൻ പറഞ്ഞു. 12 ലക്ഷം കൊടുക്കും. ആ 4 ലക്ഷം വെച്ച് പറഞ്ഞു കേട്ടോ. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, ഞാൻ കൊടുത്തോളാം. ഈശ്വരാ,
പ്രശ്നം ഇപ്പൊ ഭയങ്കര ഗുരുതരമാണ് ഡോക്ടറെ. മുമ്പ് ഫോണിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തോ ബാധ കയറിയ പോലെ പെരക്ക് ചുറ്റിനൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു വഴി ഇത് വരാൻ പല കാരണങ്ങളുണ്ട്. നിങ്ങൾ ഭർത്താവിനോട് എങ്ങനെയാണ് സമീപിക്കുന്നത്? ഭയങ്കര ദേഷ്യമാണ്. ആഹാ, ഭർത്താവിന് ഇങ്ങോട്ട് ഭയങ്കര സ്നേഹമാ. നോട്ടപ്പോ. അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഭർത്താവിന്റെ ഹൃദയത്തിൽ മുറിവേൽക്കുന്നു. അയ്യോ, അപ്പോൾ അദ്ദേഹം പല തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്യണം? വശീകരിക്കണം. വശീകരിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ആകർഷിക്കണം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം. ശ്രമിക്കാം. പാടുവോ? ഇല്ല. പാടണം. ശ്രമിക്കാം. അത് ആർക്കൊക്കെ പാട്ടൊന്നല്ല. മ്യൂസിക് തെറാപ്പിയിലൂടെ അദ്ദേഹത്തിനോട് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും, സുഖം ദുഃഖം എല്ലാം അങ്ങ് പറഞ്ഞേക്കണം ഒരു പാട്ടിലൂടെ. ശ്രദ്ധിച്ചു കേട്ടോ. ദുഃഖഭാരം ചുമക്കുന്ന ഇത് ഇന്ത്യൻ പ്രോംസ് ചെയ്യണമെന്ന് തോന്നുന്നു. പിറ്റക്കാരോ സോറി. ഞാൻ വിചാരിച്ചത് പിറ്റക്കാരാണ്. എനിക്ക് ഭ്രാന്താണ്. മുഴുത്തവർക്ക് നിന്റെ അച്ഛനാടി. ഒരു കാര്യം ഇതിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ചെയ്താൽ ഇയാള് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ കൊച്ചു ഉറങ്ങിക്കാണോ എന്തോ. അതായത് അത് പിന്നെ ഡോക്ടർ എന്തൊരു ഡോക്ടറോട് ഡോക്ടറിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. അതിലുണ്ട്. ഒന്നൊരു പൊതുവെക്കാണ് ഭ്രാന്തം നിൽക്കുക. അവര് മൂന്ന് പാട്ട് പാടിയാൽ ഞാൻ 1.5 കിലോ കൊടുത്തത്. അതൊരു ഭ്രാന്തത പോലും. എനിക്ക് ഈ സ്വാഭാവികമൊക്കെ വന്ന വഴി എനിക്കതൊന്നും വെളിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ അവസ്ഥയായിപ്പോലെ അത് എന്റെ ദിവസത്തേക്ക് ഭാര്യയുമായി ഊര് സമ്മർദ്ദവും പാടി ഇത് നടക്കുമെന്ന് തോന്നില്ല. ഇപ്പൊ പറയാൻ ശരിയാവത്തില്ല. നിങ്ങൾ കാണിച്ചേ. ഞാൻ ഡോക്ടർ എടുത്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ റിസൾട്ട് നോക്കി. അത് നോക്കിയാൽ എന്താ കാര്യം എന്ന് പറയോ? അത് നോക്കി ഞാൻ പറയാം. പറയുന്നു ഒന്ന് കേക്ക്. ഡോക്ടറിനെ നീ നമ്പർ എടുക്ക്. ചിന്തിന്റെ ഡോക്ടറിന്റെയാണ്. നീ നമ്പർ പറയാം. ചിമ്മിനല്ലേ? ചിന്തിന് എത്ര മണിക്കൂർ 1 4 ശരിയാണോ? 20 ശരിയാണ്. 20 ശരിയാണ്. 3 7 അടുത്ത പറയണ്ട. അടുത്ത പറയണ്ട. അടുത്ത ഞാൻ പറഞ്ഞോ. അടുത്ത പറ. 9 9 4 നിനക്ക്
എനിക്ക് മുമ്പേ കിട്ടിയില്ലേ ഞാൻ ക്ലബിൽ നിന്ന് 2 ഇതെടുത്തില്ലായിരുന്നു കൂപ്പൺ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസും 4th പ്രൈസും അടിച്ചു. ചിലപ്പോ യാദൃശ്ചികമായിരിക്കും. അതിനെന്താ കുഴപ്പം? അത് യാദൃശ്ചികമല്ല, അതാണ് ഞാൻ പറഞ്ഞത് ഒരു രഹസ്യമുള്ളത്. ആ രഹസ്യം എന്താന്ന് പറയേട്ടാ. ഞാൻ പോയാൽ അതിന്റെ ഫലം പോകും, അതുകൊണ്ടാണ്. എന്ത് ഫലം പറഞ്ഞേ? അതായത് ഇവിടെ ഒരാൾ വന്നായിരുന്നു, അതിന്റെ ഒരു പലമ്പരി ശങ്കർ തന്നു. എന്ത് ശങ്കർ? പലമ്പരി ശങ്കർ. ആ പലമ്പരി ശങ്കർ വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ കൂപ്പൺ അടിച്ചതും പിന്നെ നമ്മുടെ ബാങ്കിലെ ലോൺ പാസ്സായിട്ടൊന്നും ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഏത് ബാങ്കിൽ നിന്ന്? ഈ ബാങ്കിൽ നിന്ന് നമ്മൾ ലോണിന് അപേക്ഷ കൊടുത്തു. അത് ഞാൻ ഇന്നലെ മൊത്തം കയറി ഇറങ്ങിയിട്ടാണ് ബാങ്കിന്റെ ലോൺ ശരിയായത്. എനിക്ക് സിബിൽ സ്കോർ ഉള്ളത് കൊണ്ടാണ് ലോൺ ശരിയായത് എന്റെ പേരിൽ. അല്ല, ഞാൻ ഈ പലമ്പരി ശങ്കർ മേടിച്ചതിന് ശേഷമാണ്. പക്ഷേ ഈ ലോട്ടറി അടിച്ചതല്ലോ. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ലല്ലോ. ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ പലമ്പരി ശങ്കർ തന്നപ്പോ ഈ പലമ്പരി ശങ്കർ പറഞ്ഞാൽ എനിക്ക് തന്നത്. ലോകം മൊത്തം സൗഭാഗ്യം വിറ്റ് നടക്കുന്ന ഇങ്ങേർക്ക് നാട് നീളെ കടം. എന്റെ മനുഷ്യ, ഇത് ഇത്രയും വലിയ അത്ഭുതം കാണിക്കുന്ന ശങ്കാണെങ്കിലേ താനിത് കുറെ വിൽക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ഓരെണ്ണം എടുത്ത് തന്റെ വീട്ടിൽ കൊണ്ട് വെച്ചോടെ, തന്റെ ദുരിതങ്ങളൊക്കെ മാറുമല്ലോ. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായില്ലേ മനുഷ്യ? അല്ലെങ്കിൽ എനിക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ മലയാളികളെ പറ്റിക്കാൻ നോക്കുന്നതാണ്.